കർത്താവിൽ പ്രിയരെ, ലഹരിക്ക് അടിമപ്പെട്ട് ദൈവം വരദാനമായി നൽകിയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമൂഹത്തിനോടുള്ള ഓർമ്മപ്പെടുത്തലാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഒപ്പം ആ മരണവഴിയിലേക്ക് യാത്ര ചെയ്യരുതെന്ന സന്ദേശവും ജൂൺ 26 നൽകുന്നു. ബ്രേക്ക് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. മദ്യമയക്കുമരുന്നുകളുടെ വിൽപ്പന തടയാൻ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് സർക്കാരുകളാണ്. മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാരുകൾ തയ്യാറായാൽ പകുതി ശരിയാവും. മദ്യം ലഭിക്കാതെ വന്നാൽ ജനം മറ്റ് ലഹരിയിലേക്ക് പോകുമെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ജനത്തെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ ലഹരി ഒഴുക്ക് തടയാനാവില്ല. പൊതുസമൂഹം ഒന്നടങ്കം കൈകോർക്കണം. സഭയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു സുവിശേഷമായാണ് കാണുന്നത്. ലഹരിക്കെണിയിൽ പെടുന്നവരെ കുറ്റക്കാരായി മുദ്രകുത്തി മാറ്റി നിർത്തരുത്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാകണം നമ്മുടെ ദൗത്യം. ചില ചേർത്തുപിടിക്കലുകൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാകും. പ്രിയരെ, ലഹരി ഉപയോഗം ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞുള്ള കരുതലാണ് ഉണ്ടാവേണ്ടത്. പുതുതലമുറ വഴിതെറ്റാതിരിക്കാൻ ബോധവൽക്കരണം അനിവാര്യമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനം ഈ വരുന്ന ജൂലൈ മാസം 4 തീയതി മുതൽ 12 തീയതി വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് നമുക്ക് ഈ ദിനത്തിൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് പകരാം. ലഹരി എന്നത് മരണമാണ്. നമുക്ക് ജീവിതമാകട്ടെ ലഹരി.